ഗുരു വസിഷ്ഠൻ കൗസല്യാദേവി നന്ദനന് രാമനെന്നൊരു തിരുനാമമിട്ടാൻ. ഭരണനിപുണനായ കൈകേയി തനയന് ഭരതനെന്നും സുമിത്ര തനയന്മാരിരുവർക്കും ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നും നാമങ്ങളിട്ടു. രാമലക്ഷ്മണന്മാർ കൂട്ടായും ഭരത ശത്രുഘ്നന്മാർ വേറെ കൂട്ടായും നടന്നു. സമസ്തലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമള കുമാരനു രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമം അരുളിച്ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്ര തനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും. നാമധേയവും 4 പുത്രർക്കും വിധിച്ചവും ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൽ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരത ശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാപാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യവ്യക്തവർണാലാഭ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധുഗദന്താംബര ചുംബനാരസം കൊണ്ടും ബന്ധുര ദന്താങ്കുര സ്പഷ്ടഹാസഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം.